നോക്കാം ഈ ഘട്ടത്തിലെങ്കിലും അത് വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട് അത് കയറി വരാൻ. പക്ഷേ ഒരു ഭാഗത്തേക്ക് അങ്ങ് ചരിഞ്ഞും ഒക്കെ ശ്രമിക്കുകയാണ്. ഇത്തവണ ഒരു പക്ഷേ അതിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞേക്കും എന്നാണ് കരുതുന്നത്. അതിൻ്റെ പരിശ്രമം നമ്മൾ കാണുന്നുണ്ട്. കുറച്ചുകൂടി അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ JCBയുടെ യന്ത്രക്കൈകളിലൊക്കെ അത് പിടിച്ച് അതിന് കയറാൻ പറ്റുമോ എന്ന് അത് നോക്കുന്നുണ്ട്. ആ തരത്തിൽ അതിന് വേണമെങ്കിൽ ആ സഹായം കിട്ടാനും പറ്റുന്ന തരത്തിൽ അത് ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കയറി വരാൻ കഴിയുന്നില്ല. പക്ഷേ അത് തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പരിശ്രമത്തിന് അത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റുന്ന തരത്തിൽ വീണ്ടും മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. വളരെ ക്ലോസായി നമുക്ക് കാണാം അതെന്താണ്, അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതിൻ്റെ തുമ്പിക്കൈയും കൊമ്പും ഒക്കെ ഏതാണ്ട് കര തൊട്ട് എന്ന് വെച്ചാൽ ആ വഴിയിൽ തൊട്ടിങ്ങനെ അതിന് തയ്യാറാക്കിയ ആ വഴിത്താരയിൽ തൊട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മസ്തകമടക്കം അതിൻ്റെ തലഭാഗം മുഴുവൻ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുൻകാലുകളും അതിനോട് ചേർന്നിട്ടുണ്ട്. പക്ഷേ അതിന് പുറകിൽ നിന്ന് ബലം ആഞ്ഞ് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നേരത്തെ വിപിൻ ഒരു ആശങ്ക പ്രകടിപ്പിച്ചു, അതിന് കാലുകൾക്ക് ബലം കുറയുന്നുണ്ടോ എന്നത്. കഴിഞ്ഞ ഇത്രയും മണിക്കൂറുകളായി വെള്ളത്തിൽ തണുപ്പിലൊക്കെ നിൽക്കുകയാണ്. ആഹാരം കഴിച്ചിട്ടുണ്ടാകില്ല അത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് സാധാരണ ഈ കുഴിയിൽ അകപ്പെട്ട ആനകൾ വളരെ മണിക്കൂറുകളായി വെള്ളത്തിലൊക്കെ അകപ്പെട്ട ചെളിയിലൊക്കെ അകപ്പെട്ട ആനകൾക്ക് പൊതുവേ ഉണ്ടാകാറുള്ള പ്രശ്നമാണിത്. നമ്മൾ നേരത്തെയും ഇതിന് സമാനമായ പ്രശ്നങ്ങൾ ഈ ആനകൾ കുഴികളിലൊക്കെ വീണ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിന് കാല് ചവിട്ടി ആ ചെളി ഒഴിവാക്കി അതിന് കാലുകൾ ചവിട്ടി വയ്ക്കാൻ പറ്റുന്ന തരത്തിൽ അവിടെ ആ കുഴിയിലേക്ക് എന്തൊക്കെയോ വസ്തുക്കളിട്ട് അവിടെ ഉറപ്പാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് വിജയിക്കുമോ എന്നറിയില്ല. പക്ഷേ അപ്പോഴും ആന അതിൻ്റെ ശ്രമം തുടരുന്നുണ്ട്. ആ ശ്രമം തുടരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പ്രതിസന്ധിയൊക്കെ മറികടന്ന് ആന ആ വഴിയിലേക്ക്, അതിൻ്റെ കാട്ടിലേക്കുള്ള വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകും എന്ന് കരുതാം നമുക്ക്. ആ നിലയ്ക്ക് തന്നെയാണ് അവിടെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിന് വേണ്ട സൗകര്യം ഒരുക്കുന്നത്. കഴിഞ്ഞ 20 മണിക്കൂറിലേറെയായി അത് വെള്ളത്തിലാണ്. ഒരു 2-3 മണിക്കൂറായി ഈ വഴി തെളിച്ചു കൊടുക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലിയും തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് തന്നെ അത് കരകയറുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതിന് സ്വമേധയാ അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ വഴിയിലൂടെ മുന്നോട്ട് വരാൻ അതിന് പറ്റുന്ന ആരോഗ്യസ്ഥിതി അല്ല ആനയ്ക്കുള്ളത് എന്ന് വേണം നമ്മൾ അതിൻ്റെ ഈ പരാക്രമമൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. വീണ്ടും അതിൻ്റെ ശ്രമം തുടരുകയാണ്. പക്ഷേ അതിന് അങ്ങനെ പിൻകാലുകളിൽ ബലം കൊടുത്ത് ആ മൺതിട്ടയിലേക്ക് കയറാൻ കഴിയുന്നില്ല. ആ മൺതിട്ട മാറ്റാവുന്നതിൻ്റെ പരമാവധി ഇതിനോടകം അവിടെ നീക്കം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാകാം അതിനെ ഈ ഘട്ടത്തിലും അതിൻ്റെ കരയിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വെറ്റിനറി ഡോക്ടേഴ്സ് അടക്കം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏതാണ്ട് 60ഓളം പേരവിടെ ഉണ്ട്. ഈ ആനയെ സദാസമയം അവർ നിരീക്ഷിക്കുന്നുണ്ട്. അത് കരയ്ക്ക് കയറിയാലും ആ നിരീക്ഷണം അവർ തുടരും. പക്ഷേ ഏറ്റവും പ്രധാനം അതിനെ ആ വെള്ളത്തിൽ നിന്ന് കരയിലെത്തിച്ച് സ്വാഭാവിക ആവാസ വ്യവസ്ഥ തൊട്ടടുത്ത് തന്നെയാണ് കാടുള്ളത്, അവിടേക്ക് അതിന് പോകാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പറ്റുന്ന തരത്തിലേക്ക് ഇനിയും കാര്യങ്ങൾ എത്തിയിട്ടില്ല. വിപിൻ, ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുമുണ്ടോ? ആന മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നമ്മൾ ഈ വിഷ്വലിലൊക്കെ കാണുന്നത് പോലെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിൻകാലിൽ ഒരു പരിക്കോ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഒരു ബലമില്ലാത്ത ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ കവുങ്ങും പാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിനൊരു ഗ്രിപ്പ് കിട്ടാനായിരിക്കും. അങ്ങനെ ഗ്രിപ്പ് കിട്ടി അത് കയറി വരുമെന്നുള്ളതാണ്. JCBയുടെ അതിൻ്റെ കൈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കൈ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചുറ്റി കുറച്ചൊന്ന് മുന്നോട്ടേക്ക് വരാനൊക്കെയുള്ള ശ്രമമാണ്. ആന കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി അത് കയറി വരും. അങ്ങനെ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് വിടാമെന്നുള്ളതായിരുന്നു വനംവകുപ്പിൻ്റെ ഒരു കണക്ക് കൂട്ടൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി ആനയുടെ ഒരു സ്ഥിതി അത്ര ഒരു ശുഭകരമല്ല, അതിന് ഒരു ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു വിലയിരുത്തലുണ്ടായിരുന്നത്. കാരണം ഈ കിണർ ചെറിയ കിണറാണെങ്കിൽ പോലും അതിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു ആന വീണത്. അതായത് അതിനൊന്ന് തിരിയാനോ മറയാനോ പോലും കഴിയാത്ത രീതിയിൽ ഒരൊറ്റ നിൽപ്പായിരുന്നു. ഏകദേശം ഇപ്പോൾ അത് 20 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഈ 20 മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഏകദേശം ഒരു കാൽ ഭാഗത്തിലേറെ കാലുകൾ മുഴുവനായും മുങ്ങുന്ന രീതിയിലായിരുന്നു വെള്ളമുണ്ടായിരുന്നത്.
അത്രയേറെ വെള്ളത്തിൽ ഈ ആന 20 മണിക്കൂറോളം അങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനൊന്ന് തിരിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അത് തുമ്പിക്കൈ ഉയർത്തുകയും കിണറ്റിനുള്ളിലെ മണ്ണ് കുത്തിയിളക്കി ഇടാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. അങ്ങനെയുള്ളൊരു കാട്ടുകൊമ്പൻ പെട്ടെന്നാണ് ഇപ്പോൾ ഈ 20 മണിക്കൂറിന് ശേഷം അതിന് പുറത്തേക്ക് പോകാനുള്ളൊരു വഴി തുറന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ വഴിയിലൂടെ അതിന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പുറകിലെ കാലുകൾക്ക് ഒരു ബലം കിട്ടാത്തതുപോലെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഈ ചളിയും അതിലൂടെ ചവിട്ടി അതിന് മുന്നോട്ടേക്ക് ആഞ്ഞു വരാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ളൊരു ശ്രമം നടത്തുന്നൊക്കെ എത്രയോ തവണ, ഇതിപ്പോൾ 4-5 തവണയായി. അപ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാളയൊക്കെ ഇട്ടുകൊടുത്ത് അതിനൊരു ഗ്രിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉള്ളൊരു ശ്രമം നടത്തുന്നത്. പട്ട തിന്നാൻ കൊടുത്തിരുന്നു, പക്ഷേ അതിലേക്കൊന്നും ഇപ്പോൾ ശ്രദ്ധ ഇല്ല. കാരണം അതിന് പുറത്തേക്ക് വരിക എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും പ്രതീക്ഷയോടെ ആനയും കാത്തിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം അങ്ങനെ പുറത്തേക്ക് എത്തുക, അങ്ങനെ കാട്ടിലേക്ക് പോവുക എന്നുള്ളതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ആനയ്ക്ക് വിചാരിച്ചതുപോലെ കയറാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനമുള്ളത്. ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ്. കാരണം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ആ സ്ഥലത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരിക്ക് പിൻകാലുകൾക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ നമുക്കറിയില്ല. കാരണം ആന ഒരു കിണർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറി പുറത്തേക്ക് ഇപ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ടാവും, ഡോക്ടർമാർക്ക് ഉൾപ്പെടെ കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ടാകും. ഇപ്പോൾ എന്തായാലും പക്ഷേ ആനയ്ക്ക് പുറത്തേക്ക് വരുന്നതിന് എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ മണ്ണ് പരമാവധി മാറ്റി കൊടുത്തിട്ടുണ്ട്. ആന ഇടയ്ക്കൊന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നു, പിന്നെയും പുറകോട്ട് പോകുന്നു. ചെറിയൊരു കുഴി പോലത്തെ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഈ ചെളിയിൽ ഒരു പുതഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് പോലെയാണ് ഇവിടെ നിന്ന് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ആന അല്പസമയത്തിനകം തന്നെ അത് വീണ്ടും ശ്രമിക്കും, അതിലേതെങ്കിലും ഒന്ന് വിജയിക്കും എന്നുള്ളത് പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഈ പാളയിട്ട് കൊടുക്കുന്ന പോലുള്ള ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആനയ്ക്കത് കയറി വരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഈ പുലർച്ചെ 1 മണിക്കാണ് വീണത്. അതിനുശേഷം 8:30 DFO സ്ഥലത്തെത്തുന്നത്. ഈ DFO എത്തിയതിന് ശേഷം അപ്പോൾ തുടങ്ങിയ ചർച്ച ഇപ്പോഴാ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് കഴിഞ്ഞത്. അങ്ങനെയാണ് ഈ രാത്രിയിലേക്ക് ഈ രക്ഷാദൗത്യം നീണ്ടുപോയത്. അപ്പോൾ ഈ രക്ഷാദൗത്യം നീണ്ടുപോയത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രതിസന്ധികളും നിലവിലുണ്ട്. കാരണം ആന പുറത്തേക്ക് വരികയാണെങ്കിൽ തന്നെ അത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ അതിൻ്റെ ചികിത്സ, അതിനെ ഒന്ന് കാണുമ്പോഴുള്ള ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പോലും ഈ രാത്രി എന്നുള്ളത് ഒരു തടസ്സമായി തന്നെ നിൽക്കുകയാണ്. എങ്കിൽ പോലും ആനയെ പുറത്തെത്തിക്കുക, അതിൻ്റെ ജീവൻ രക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് മുൻഗണന. ആ പ്രകാരമാണ് ഇപ്പോൾ എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആനയെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും വനം വകുപ്പ് കൈവിട്ടിട്ടില്ല. അതിനുള്ള അവസാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ.